വളരെ സ്നേഹത്തോടെ ഞാൻ മുഹമ്മദ് റഫീഖ് സാറിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മാസ്റ്റർ വിഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ റഫീഖ് സാർ ഒന്ന് വേദിയിൽ സാന്നിധ്യം അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. അഭിനയ മികവിൽ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ട് ലഭിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും 100% സമർപ്പണം ചെയ്തുകൊണ്ട് ബിഗ് സ്ക്രീനിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ എത്രയോ കഥാപാത്രങ്ങൾ, ഈ കലാകാരന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കഥാപാത്രങ്ങളെന്ന് എത്രയോ അധികം ആളുകൾ ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ഒരു നടനെ, ഒരു ഗായകനെ, ഒരു നല്ല മനസ്സിനുടമയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം മനോജ് കെ.ജെ. മനോജ് ചേട്ടനുള്ള പുരസ്കാരം, അംഗീകാരം ഈ വേദിയിൽ വെച്ച് മാസ്റ്റർ വിഷന് വേണ്ടി സമർപ്പിക്കുകയാണ്. മുഹമ്മദ് റഫീഖ്. മലയാള സിനിമാ മേഖലയിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യമാക്കി തന്ന ശ്രീ മനോജ് കെ.ജെ. അദ്ദേഹത്തിനുള്ള ആദരവ് ഈ വേദിയിൽ വെച്ച് സമർപ്പിക്കുകയാണ്. കുട്ടൻ തമ്പുരാനായും ദിഗംബരനായും ഒക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ ചന്തുവായും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായ അഭിനയ മികവ് കാഴ്ചവെച്ച കലാകാരൻ മനോജേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഈദ് മുബാറക്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ദുബായിലെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷം. ഏകദേശം 2-2.5 വർഷമായി പിഷാരടി ഇങ്ങനെ ഒരു വേദി കണ്ടിട്ട്. ശരിയല്ലേ? ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുമായിരുന്നു സിനിമകൾ അഭിനയിക്കുന്നതായിട്ട്, ഇത്തരം വേദികളിൽ വരുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ട കാലം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 1-1.5 വർഷം മുമ്പ്. അതാണിപ്പോൾ സഫലീകരിച്ചിരിക്കുന്നത്. അതിന് കാരണമായത് എൻ്റെ പ്രിയപ്പെട്ട റഫീഖാണ്. ഈ ഇൻഡോ അറബ് ഗാല നൈറ്റിൽ ഇത്രയും ഗ്രാൻഡിയറായിട്ടുള്ള ഈ വേദിയിൽ അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം വരാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണുന്നത്. ഏകദേശം 10-28 വർഷത്തോളമായി ദുബായിൽ വന്നു തുടങ്ങിയിട്ട്. 1994 സിദ്ദിഖ് ലാൽ സിനി ഗാലക്സി എന്ന പ്രോഗ്രാമിലാണ് ആദ്യം വരുന്നത്. അന്ന് നമ്മുടെ ഇവിടുത്തെ ക്ലോക്ക് ടവർക്കൊക്കെ കണ്ടിട്ട്, ക്ലോക്ക് ടവർ കണ്ട് വായും പൊളിച്ച് നിന്നിട്ടുണ്ട്. അതൊക്കെ ഉള്ള അന്ന് മെയിൻ അട്രാക്ഷൻ. ആകെ ഉണ്ടായിരുന്നൊരു മാളെന്ന് അൽഗുറൈ സെൻ്ററാണ്. അന്ന് അൽഗുറൈ സെൻറ്റർ വഴി കറങ്ങിയത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ട്രേഡ് സെൻറ്റർ, വേൾഡ് ട്രേഡ് സെൻറ്റർ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. അങ്ങനെ ഈ 28 വർഷം എല്ലാ വർഷങ്ങളിലും ദുബായ് വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓരോ വളർച്ചയും, ദുബായിയുടെ വലിയ വളർച്ച കാണാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായി. അതെല്ലാം നമ്മളുടെ ഈ പ്രിയപ്പെട്ടവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഇപ്രാവശ്യത്തെ വരെ വളരെ ഗ്രാൻഡായിരുന്നു റഫീഖെ. ഇതുവരെ വന്നപ്പോഴൊക്കെ വിസിറ്റ് വിസയായി വന്നിട്ട് എനിക്കൊരു ഗോൾഡൻ വിസ കിട്ടിയിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം. അപ്പോൾ ഇപ്രാവശ്യത്തെ വരെ എപ്പോഴും വരുന്ന പോലെ ബിസിനസ് ക്ലാസ്സിൽ വന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു, ഗോൾഡൻ വിസക്കാർക്ക് എങ്ങനെയാണ് എൻട്രി? ഓ അയ്യോ, റെസിഡൻറ്റ് വിസ, ഓ അതെ ഈ സൈഡ് ഇങ്ങനെ കയറാൻ പറഞ്ഞു. അങ്ങനെ കയറി ചെന്നപ്പോൾ അവിടെ ആകെ 2-3 പേരേ ഉള്ളൂ. അതിലൊരാളായിട്ട് ഞാനിങ്ങനെ പാസ്പോർട്ട് കാണിക്കുന്നു, ഇറങ്ങി വരുന്നു. എന്താ സംഭവം? ഞാൻ അപ്പുറത്തോട് നോക്കിയാൽ ബിസിനസ് ക്ലാസ്സുകാർ ആയിരക്കണക്കിന് ആളുകൾ കൂട്ട ഇടിയ. അപ്പം ഇത് വേറെ ലെവലാണ്. ഇത് എൻ്റെ മാത്രം കഴിവുകൊണ്ടൊന്നുമില്ല കേട്ടോ. ഈ രാജ്യം നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കലാകാരന്മാർക്ക് ഇതൊക്കെ നൽകുന്നത് നിങ്ങളുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ, ഈ രാജ്യത്തിന് നിങ്ങൾ നൽകിയ സേവനത്തിൻ്റെ ഒരു ഔദാര്യം കൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല നമ്മളിങ്ങനെ സിനിമയിൽ 10-30 വർഷമായിട്ട് നിന്നുകൊണ്ടൊന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ പ്രിയമുള്ളവരുടെ കൂടെ വീണ്ടും ഒരു വലിയ വേദി പങ്കിടാനുള്ള സൗഭാഗ്യമുണ്ടായിരിക്കുകയാണ്. ഒരുപാട് നന്ദി. ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ ഒരുപാട് അപ്പുറത്താണ് ഈ പ്രോഗ്രാം. ഇതുവരെ കണ്ടെടുത്തോളം എത്രയോ പ്രഗത്ഭ വ്യക്തികളെ ഇവിടെ ആദരിക്കുന്നു. അതെല്ലാം വളരെ ജെനുവിനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാവേദി തന്നെയാണ് റഫീഖ് അണിയിച്ചൊരുച്ചിരിക്കുന്നത്. ഇനിയും നമ്മളുടെ ഈ പരിപാടി ഇപ്പം കഴിഞ്ഞ മാസം ഒന്ന് കഴിഞ്ഞോളൂല്ലേ? അപ്പോൾ അടുത്ത മാസം ഉണ്ടോ? അപ്പോൾ അങ്ങനെ തുടരട്ടെ, വമ്പിച്ച വിജയങ്ങളോടെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇനി അങ്ങോട്ട് തകർപ്പൻ സമയങ്ങളായിരിക്കും. നമുക്ക് എല്ലാവർക്കും കൊറോണ കഴിഞ്ഞു, മാസ്ക് ഇല്ലാതെ എല്ലാവരും കാണാൻ കഴിയുന്നു. ചിലരൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.